ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജ്യേഷ്ഠനായ ബലരാമൻ എങ്ങനെയാണ് മരണമടഞ്ഞത് എന്ന് നിങ്ങൾക്കറിയാമോ? മഹാഭാരത യുദ്ധത്തിന് ശേഷം യാദവ വംശം 36 വർഷങ്ങൾ മാത്രമേ നിലനിന്നുള്ളൂ. ഒരിക്കൽ നാരദമുനി, കണ്വമഹർഷി, വിശ്വാമിത്ര മഹർഷി എന്നിവർ ദ്വാരക സന്ദർശിച്ചപ്പോൾ അവരെ പരിഹസിക്കാനായി ചില യാദവ യുവാക്കൾ അവരിലൊരുവനെ ഒരു ഗർഭിണിയുടെ വേഷം ധരിപ്പിച്ച് മുനിമാരുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു. അവൻ മുനിമാരോട് താൻ പ്രസവിക്കാൻ പോകുന്നത് ആൺകുഞ്ഞായിരിക്കുമോ അതോ പെൺകുഞ്ഞായിരിക്കുമോ എന്ന് ചോദിച്ചു. കോപാകുലരായ ഋഷിമാർ അവൻ ഒരു ഇരുമ്പുലയ്ക്കയ്ക്ക് ജന്മം നൽകുമെന്നും അത് യാദവ വംശത്തെ ആകെ നശിപ്പിക്കുമെന്നും ശപിച്ചു. വർഷങ്ങൾക്ക് ശേഷം ശാപം സത്യമായി. യാദവ വംശത്തിനെതിരെയുള്ള ഗാന്ധാരിയുടെ ശാപവും സത്യമായിക്കൊണ്ടിരുന്ന ആ സമയത്ത് പ്രഭാസതീരത്ത് മദ്യപിച്ച യാദവന്മാർ പരസ്പരം മാരകമായ പോരാട്ടത്തിലേർപ്പെട്ടു. അവർ ഇരുമ്പുലയ്ക്ക പൊടിച്ചതിൽ നിന്നും കടൽ തീരത്ത് വളർന്നുവന്ന കൂർത്ത ഇലകൾ കൊണ്ട് പരസ്പരം ആക്രമിച്ചു കൊന്നു. യാദവ വംശത്തിന്റെ നാശം കണ്ട് ദുഃഖിച്ച ബലരാമൻ ഒരു മരത്തിനടിയിൽ ആഴത്തിലുള്ള ധ്യാനത്തിലിരുന്നു. ഉടനെ അദ്ദേഹത്തിന്റെ വായയിൽ നിന്നും തിളങ്ങുന്ന ഒരു വെളുത്ത സർപ്പം പുറത്തുവന്നു. ബലരാമൻ ആദിശേഷന്റെ അവതാരമായതിനാൽ അദ്ദേഹത്തിന്റെ ആത്മാവ് ഒരു പാമ്പിന്റെ രൂപത്തിൽ സമുദ്രത്തിലൂടെ വൈകുണ്ഠത്തിലേക്ക് മടങ്ങി.